നാം പൊതുവെ ഓറ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഒരാളെ പൊതിയുന്ന ഒരു അദൃശ്യ ശക്തിയെയാണ് ഓറ എന്ന് പറയുന്നത്. നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത, എന്നാൽ അനുഭവത്തിലൂടെ അറിയാവുന്ന ഒന്നാണിത്. ഓറ തന്നെ രണ്ട് വിധത്തിലുണ്ട്. പോസിറ്റീവ് അഥവാ ശക്തമായ ഓറ, അല്ലെങ്കിൽ നെഗറ്റീവ്. അതിനെ ദുർബലമായ ഓറ എന്നാണ് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പോസിറ്റീവ് ഓറ ഗുണം നൽകുന്നതാണ്. പോസിറ്റീവ് ഓറയുള്ളതിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. നല്ല ഓറയ്ക്ക് കാരണമായി വരുന്നത് നല്ല കാര്യങ്ങളാണ്. മോശമായതിന് അത്തരം മോശം കാര്യങ്ങളും വരും. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം ഇതിൻ്റെ അടിസ്ഥാനമായി വരുന്നതാണ്. പോസിറ്റീവ് ഓറയുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടും. വിചാരിക്കുന്നതിൽ 90% കാര്യങ്ങളും നടക്കും. ഇതിനനുകൂലമായ സാഹചര്യമല്ലെങ്കിൽ പോലും നടക്കും. ചിലരുണ്ട്, എല്ലാം അനുകൂലമായി വന്നാലും വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നുകൊണ്ടേയിരിക്കും. ഇത് ഓറ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് ദുർബലമായ ഓറ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഇടപഴകുന്ന സാഹചര്യങ്ങളും ആളുകളും ഓറയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായി നിങ്ങൾ നിരന്തരം ഊർജം കൈമാറ്റം ചെയ്യുന്നതിനാൽ നിങ്ങളുടെ ഓറിക് ഫീൽഡ് ദുർബലമാകുന്നത് സാധാരണമാണ്. കാരണം മാനസികാവശിഷ്ടങ്ങൾ അലങ്കോലപ്പെട്ടതോ മറ്റുള്ളവരുടെ നെഗറ്റീവ് വികാരങ്ങളും ഊർജവും പോലും അതിൽ നിന്ന് ആഗീകരണം ചെയ്യപ്പെട്ടേക്കാം. തൽഫലമായി നിങ്ങൾക്ക് സമ്മർദ്ദം, ഉത്കണ്ഠ, ശോകം, അലസത, അക്ഷമ എന്നിവ അനുഭവപ്പെടും. കൂടാതെ ചിലപ്പോഴൊക്കെ ലോകത്തോട് തന്നെ ഒരു നെഗറ്റീവ് വീക്ഷണം പോലും വളർത്തിയെടുക്കാം. നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തിനും ഇത് ആഘാതമേൽപ്പിച്ചേക്കാം. ഇത് നിങ്ങളെ രോഗബാധിതരാകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഈ പ്രഭാവലയത്തെ വൃത്തിയാക്കാൻ സാധിക്കും. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഒന്നാമത് ചെയ്യാവുന്ന കാര്യം നന്നായി കുളിക്കുക എന്നുള്ളതാണ്. കുറേ നേരം സമയമെടുത്ത് നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങൾ എല്ലാം വൃത്തിയാക്കി നന്നായി കുളിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ഓറ ഒന്ന് ക്ലീനായി കിട്ടും. ഒരു ഉന്മേഷം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കുളിക്കാം.